ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ സൂപ്പർ താരം നെയ്മറുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്രസീൽ ആരാധകരൊക്കെ. നമുക്കറിയാം 2022 ഫിഫ വേൾഡ് കപ്പിന് ശേഷം ടിറ്റ സ്ഥാനം ഒഴിഞ്ഞു. അതിനുശേഷം ബ്രസീൽ അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ ഒരു ലീഡറുടെ കുറവ്, ഒരു മുന്നേറ്റ നിരയിലായാലും ടീമിലായാലും ഒരു ലീഡറുടെ അഭാവം ശരിക്കും സൂപ്പർ താരം നെയ്മറെ പോലുള്ള ഒരു താരത്തിന്റെ അഭാവം ബ്രസീലിന്റെ പ്രകടനത്തിൽ നമ്മൾ കണ്ടതാണ്. നിലവിൽ 2026 ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ ഇക്വഡോറിനെ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തിയിരുന്നു. ഏക ഗോളിന് റോഡ്രിഗാണ് ആ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തത്. പക്ഷെ ഇതിലും ഈ ഒരു വിജയത്തിലും ബ്രസീൽ ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് നെയ്മറുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യ കാര്യവുമാണ്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സൂപ്പർ താരം നെയ്മറുടെ തിരിച്ചുവരവ് 2 മാസം കൂടി വൈകും. അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും നമുക്കറിയാം അല്ലിലാലിന് വേണ്ടി 2023 അല്ലിലാലിൽ എത്തിയിരുന്നു. പാരീസ് PSG നിന്നാണ് അദ്ദേഹം അല്ലിലാലിൽ എത്തിയത്. 2026 ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കഴിഞ്ഞ വർഷം നടന്ന മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. ഗുരുതര പരിക്കായിരുന്നു. നമുക്കറിയാം ദീർഘകാലമായി അദ്ദേഹം നിലവിൽ പുറത്താണ്. എന്തായാലും ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന വാർത്തയാണ്. എന്തായാലും 2026 ഫിഫ വേൾഡ് കപ്പ് ടീമിൽ ബ്രസീൽ താരം സൂപ്പർ താരം നെയ്മർ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും ഒരു 2 മാസം കൂടി അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും ബ്രസീൽ ആരാധകരൊക്കെ. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിക്ക് അല്ലെങ്കിൽ അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്.